നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഏറെ അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കൊച്ചിയിൽ ആദ്യ ഹോം മത്സരം കളിക്കാൻ ഇറങ്ങുകയാണല്ലോ. ഇന്നലെ ഉണ്ടായിട്ടുള്ള ഡ്രാമ നമ്മൾ വിശദമായിട്ട് കവർ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. എന്നൊരു കഷ്ടമാണ് കളിയുടെ തലേ ദിവസം കളിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റാതെ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളത് ഒട്ടും ഫുട്ബോളിന് ഭൂഷണമല്ല. പക്ഷെ ആരോട് പറയാൻ, എന്തു പറയാൻ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അതുമാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുക. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം വിജയിച്ചേ പറ്റൂ. കാരണം ഇതൊരു ഷോർട്ട് ലീഗാണ്. ഓരോ കളിയിലെ റിസൾട്ടിനും വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ആദ്യ മത്സരം എവേ മത്സരമായിരുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് നമുക്ക് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടം ആരാധകർക്കുണ്ടാവും. പക്ഷേ ഈ മത്സരത്തിൽ വിജയത്തോടുകൂടി ഹോം മത്സരങ്ങൾക്ക് നല്ല തുടക്കമിടാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈ സിറ്റി FC പക്ഷേ മിന്നും ഫോമിലാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിദേശ താരങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് ഒരു താരത്തെ കൂടി ആഡ് ചെയ്തു. ജയ് കിറ്റോങ്കോ. ഇന്നത്തെ മത്സരത്തിന് അദ്ദേഹം ഉണ്ടാവില്ല. പക്ഷേ മറ്റ് താരങ്ങളെല്ലാവരും അവൈലബിൾ ആണ്. അപ്പോൾ ആരെയൊക്കെ ആദ്യ ലെവലിൽ ഇറക്കും കോച്ച് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കെവിൻ യോക്കിനെ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ വന്ന അദ്ദേഹം മിന്നും പ്രകടനം നടത്തി. അദ്ദേഹത്തെ ആദ്യ ലെവലിലേക്ക് ഇറക്കുമോ? ഗ്രാജുവലി ടൈം എടുത്ത് അഡാപ്റ്റഡ് ആയിട്ട് അവരെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കോച്ച് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഷോർട്ട് ലീഗിൽ അങ്ങനെ ഒരുപാട് സമയമെടുക്കാൻ പറ്റില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് 2-0 തോറ്റത്. അവസാന നിമിഷമാണ് രണ്ടാമത്തെ ഗോൾ വഴങ്ങിയതെന്ന കാര്യം ഓർക്കുക. അത് മോശം പ്രകടനം എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ അത്ര മോശമായിട്ട് തന്നെ കാണേണ്ടതില്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പോലെ ഒരു ടീമിനോട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ നിലയിൽ പിടിച്ചു നിൽക്കുക എന്നത് തന്നെയായിരുന്നു കോച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഒരുപാട് ന്യൂ ഫേസസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലുണ്ട്. ആരാധകരുടെ ഒരു പിന്തുണ ഇന്ന് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ ശക്തി ആരാധകരുടെ ഒരു പിന്തുണ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അതിൻ്റെ ഒരു മികവിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കും എന്ന് തന്നെ കരുതാം. മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പോസിറ്റീവ് മൊമെൻറ്റമുണ്ട്. ചെന്നൈയിൻ FCക്കെതിരെ സീസൺ ഓപ്പണറിൽ അവർ വിജയിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ മത്സരത്തിൽ അവരും പ്രതീക്ഷിക്കുന്നത്. ഇഞ്ചുറി കൺസേൺസ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഇന്നലെ പറഞ്ഞത് അത്ര ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് തന്നെയാണ്. അതിനർത്ഥം എല്ലാ താരങ്ങളും അവൈലബിൾ ആണ്, ഫുള്ളി ഫിറ്റാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലേയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാവും? ഗോൾ കീപ്പറായിട്ട് സച്ചിൻ, ഡിഫൻസിൽ സഹീഫും ബായും വികാഷും ഐബനും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബോർജസും എബിൻദാസും ഡാനിഷും ഒക്കെ മധ്യനിരയിലും നിഹാലും ബർത്തോമിയും കോറും മുന്നേറ്റ നിരയിലും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വിദേശ താരം കെവിൻ യോക്കിനെ മുന്നേറ്റ നിരയിൽ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സ്റ്റാർട്ടിംഗ് ലെവലിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള എബിലിറ്റി അനുസരിച്ച്, അതായത് ഫിറ്റ്നസ് അനുസരിച്ച് മാത്രമാണ് ഈ വിദേശ താരങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അവർ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വന്ന് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പരിശീലനവും കഴിഞ്ഞ് കളിക്കുക ഇവിടുത്തെ ചൂടിലും മറ്റുമൊക്കെ എന്നുള്ളത് നമുക്ക് കരുതാവുന്ന പോലെയല്ല. അപ്പോൾ ഇന്നലെ ശരിയാണ്, കൊച്ചിയിൽ മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം വിദേശികൾക്ക് ഇവിടെ പെട്ടെന്ന് അഡാപ്റ്റഡ് ആവാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട. ഏതായാലും ഗ്രൗണ്ടിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളൊരു ആശങ്ക കൂടിയിട്ട് ഇന്നലെ ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മുംബൈ സിറ്റി FCയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലച്ചൻപ ഗോൾ കീപ്പറായിട്ടുണ്ടാവും. പിന്നെ മിശ്ര, സാഹിൽ, ന്യൂനോ, വാൽപുയ, ബ്രാൻഡൻ, ടുലാങ്ക, കൗക്കോ, ചാങ്തെ, വിക്രം പ്രതാപ്, അതുപോലെ പെരേര ഡയസ് എന്നിവർ പ്ലേയിങ് ലെവലിലുണ്ടാകും എന്നാണ്. പിന്നെ ഈ രണ്ട് ടീമുകളുടെ ഹെഡ് ടു ഹെഡിൻ്റെ കണക്കെടുത്താൽ മുംബൈ സിറ്റി തന്നെയാണ് മുന്നിലുള്ളത്. ആകെ 23 മത്സരങ്ങളാണ് രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ ബ്ലാസ്റ്റേഴ്സ് 6 മത്സരങ്ങൾ വിജയിച്ചപ്പോൾ മുംബൈ സിറ്റി FC 11 മത്സരങ്ങൾ വിജയിച്ചു. 6 മത്സരങ്ങൾ സമനിലയിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരം വിജയിക്കുക, മുന്നോട്ട് പോവുക, അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.